ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ മുസ്ലിം എം.എൽ.എമാരെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുമെന്ന പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പരാമർശത്തിൽ വൻ വിവാദം. മുസ്ലിം എം.എൽ.എമാരെ ശാരീരികമായി തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു ബി.ജെ.പി. നേതാവിന്റെ പ്രസ്താവന. 2026 സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സുവേന്ദു അധികാരിയുടെ ഈ പരാമർശം എന്നത് ശ്രദ്ധേയമാണ്. ഇതിനു പിന്നാലെ സുവേന്ദു അധികാരിക്കെതിരെ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഇതിനെ വിദ്വേഷ പ്രസംഗം എന്നാണ് തൃണമൂൽ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, സുവേന്ദു അധികാരിയുടെ മാനസിക സ്ഥിരതയെ അവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. ബി.ജെ.പിയുടെ ഹാൽദിയ എം.എൽ.എ തപസി മുണ്ടൽ കഴിഞ്ഞ ദിവസം ടി.എം.സിയിലേക്ക് കൂറുമാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സുവേന്ദു അധികാരിക്ക് തിരിച്ചടിയായി പുതിയ വിവാദം ഉയർന്നു വന്നത്. നേരത്തെ മമതാ സർക്കാരിനെതിരെയും ടി.എം.സിക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ സുവേന്ദു പ്രതികരിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ രണ്ടാം പതിപ്പ് പോലെ പെരുമാറുന്ന ഒരു വർഗീയ ഭരണകൂടമാണ് മമതാ ബാനർജിയുടെ സർക്കാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇത്തവണ ബംഗാളിലെ ജനങ്ങൾ അവരെ വേരോടെ പിഴുതെറിയുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു. നേരത്തെ ഫെബ്രുവരി 17 മുതൽ ബജറ്റ് സമ്മേളനം തീരുന്നതുവരെ സഭയിൽ സസ്പെൻഷൻ നേരിട്ട വ്യക്തി കൂടിയാണ് സുവേന്ദു. അതിനിടെ സുവേന്ദു അധികാരിയുടെ പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതോടെയാണ് ടി.എം.സി ഉൾപ്പെടെ വിമർശനം ശക്തമാക്കുന്നത്. സഹ നിയമസഭാംഗങ്ങൾക്കെതിരെ ഇത്തരം വിദ്വേഷകരമായ ഭാഷ ഉപയോഗിക്കുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിക്ക് ചേരുന്ന കാര്യമല്ലെന്നാണ് തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് ചൂണ്ടിക്കാട്ടിയത്. സുവേന്ദു അധികാരിയുടെ പ്രസംഗം ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണെന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാർലമെന്റിലോ സംസ്ഥാന അസംബ്ലികളിലോ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ മതം ഉയർത്തിക്കാട്ടുന്നതും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട എം.എൽ.എമാരെ ലക്ഷ്യമിടുന്നതും ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് അപകടകരവും പ്രകോപനപരവുമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ് എന്നായിരുന്നു കുനാൽ ഘോഷ് പറഞ്ഞത്. നേരത്തെയും സമാനമായ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ചരിത്രമുള്ള വ്യക്തിയാണ് സുവേന്ദു അധികാരി. അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കരുതലോടെയാവും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം എന്നാണ് വിലയിരുത്തൽ. മമതയും ടി.എം.സിയും ആകട്ടെ വിഷയം വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കും എന്നാണ് നിലവിലെ സംഭവങ്ങൾ നൽകുന്ന സൂചന. അതേസമയം മുസ്ലിം ജനതയ്ക്കെതിരെ ഈ അടുത്തായി നിരവധി വർഗീയ വിവാദങ്ങൾ പുകയുന്നുണ്ട്. ഹോളി ദിനത്തിൽ മുസ്ലിം വിശ്വാസികൾ വീട്ടിൽ ഇരിക്കണമെന്ന നിർദ്ദേശം യു.പിക്ക് പിന്നാലെ ബീഹാറിലും വിവാദമായിരുന്നു. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഇത്തവണ വെള്ളിയാഴ്ചയാണ്. മുസ്ലിം വിശ്വാസികളുടെ പതിവ് വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഈ ദിവസം നടക്കും. ഈ സാഹചര്യത്തിൽ നിറങ്ങളെ പേടിയുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഹോളി ദിനത്തിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംബാൽ സർക്കിൾ ഇൻസ്പെക്ടർ അനൂജ് കുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശം വിവാദമുണ്ടാക്കിയെങ്കിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു.